നമ്മളിപ്പോൾ എറണാകുളം മെഡിക്കൽ കോളേജിലാണുള്ളത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ വളരെ അത്ഭുതകരമായതും കുറച്ച് എന്താ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം ഞങ്ങൾ കണ്ടെത്തി. അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് പഴക്കമേറിയ ഫ്രണ്ട്ഷിപ്പുള്ള കുറച്ച് ആൾക്കാരാണ്. ബ്രില്യൻറ്റിൽ ഒന്നിച്ച് പഠിച്ച് ഇപ്പോഴും മെഡിക്കൽ കോളേജ് ഒന്നിച്ച് ഒരു ബെഞ്ചിൽ തുടരുന്ന ഫ്രണ്ട്സാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ പേര് മുഹമ്മദ് സ്വാലി, മലപ്പുറത്ത് നിന്നാണ്. ഞങ്ങൾ പാലയിലെ P8 ബാച്ച് രാഹുൽദാസ് സാറെ ക്ലാസ്സിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നത് P8 ബാച്ചിൽ. ഞാൻ അഭിജിത്ത്, ഞാൻ എറണാകുളം തന്നെയാണ് സ്ഥലം. ഞങ്ങളുടെയും സാലി പറഞ്ഞ പോലെ P8 ബാച്ച് സ്റ്റുഡൻസ് ആയിരുന്നു. എൻ്റെ പേര് നെവിൽ ടി ദേവ്, ഇത് അഫ്രാസ്. ഞങ്ങൾ K06 ബാച്ചിലായിരുന്നു. നെവിൽ പറഞ്ഞ പോലെ K06 സ്റ്റുഡൻ്റ് ആയിരുന്നു, തൃശ്ശൂർ. എൻ്റെ പേര് ഷിബിൻ, സ്ഥലം പാലക്കാട്. ഞങ്ങൾ 4 പേരും R44 ബാച്ചിലത്തെ സ്റ്റുഡൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ഗായത്രി മിസ് ആയിരുന്നു. ഷിബിൻ പറഞ്ഞ പോലെ ഞാൻ കൊല്ലത്തു നിന്നായിരുന്നു, R44 ബാച്ചായിരുന്നു, ഡയമണ്ട് ബ്ലോക്കിലായിരുന്നു. ഗായത്രി മിസ് ആയിരുന്നു ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ. ഞാൻ ആൻസ്റ്റേറ്റ് മരിയ ജോഷി, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞങ്ങളെല്ലാവരും R44 പഠിച്ച് ഇവിടെയും ഇതേപോലെ ഒരുമിച്ച് പഠിക്കാൻ ഭാഗ്യം കിട്ടിയ 4 ഫ്രണ്ട്സാണ്. ഞാൻ അഞ്ജന, ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാനും R44 ഗായത്രി മിസ്സിൻ്റെ സ്റ്റുഡൻ്റായിട്ട്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ MBBSയിലേക്കും എത്താമെന്ന് കാണിച്ചു തന്ന ഉദാഹരണങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ബ്രില്യൻറ്റിലെ നിങ്ങളുടെ വിലയേറിയ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? ഞാൻ ബ്രില്യൻറ്റിൽ റിപ്പീറ്റിന് വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്തിരുന്നത്. അപ്പം എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് +2 കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ അറ്റംപ്റ്റിൽ 273 മാർക്കാണ് നീറ്റിൽ കിട്ടിയത്. അപ്പോൾ ഈ ഒരു 273 ഇപ്പോൾ നീറ്റ് എഴുതി കിട്ടിയത് 611 മാർക്ക്. ആ 273 നിന്ന് 611 ജേണി എന്ന് പറയുമ്പോൾ അതിന് ബ്രില്യൻ്റ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ക്ലാസ് ടീച്ചറായാലും രാഹുൽദാസ് സാറ്, അതേപോലെ ഹോസ്റ്റൽ വാർഡനായിരുന്ന അതുൽ ബ്രൂണോ സാറ് ഒരുപാട് കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ട്രെസ്സ് കാരണമൊക്കെ മെൻ്റലി വീക്കായി പോകുന്ന സമയത്ത് നമുക്ക് വളരെ മോട്ടിവേഷനായിട്ടും എനിക്ക് ഒരുപാട് ഹെൽപ്പ് തന്നെ സഹായിച്ചിട്ടുണ്ട് സാർമാർ. ഞാനിതുപോലെ റെസിഡൻഷ്യൽ കഴിഞ്ഞിട്ട് ഫസ്റ്റ് അറ്റൻഡ് എഴുതി, പക്ഷേ 296 ആയിരുന്നു. അത് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യാൻ വന്നു, എന്നിട്ട് 640 കിട്ടി. അപ്പം അതിനും ബ്രില്യൻ്റ് തന്നെയാണ് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മുടെ ബാച്ചിൽ നല്ല ബോണ്ട് ഉണ്ടായിരുന്നു ആൾക്കാരെ തമ്മിൽ. അപ്പോൾ എന്തൊരു സ്ട്രെസ് സിറ്റുവേഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ്, ഓൾസോ ക്ലാസ് ടീച്ചർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു രാഹുൽ സാർ തന്നെയാണ് ഹോസ്റ്റൽ വാർഡൻ. സോ അതുകൊണ്ടും സാറുമായിട്ട് നല്ല കണക്ഷനുണ്ട്, ഫ്രണ്ട്സുമായിട്ട് നല്ല കണക്ഷനുള്ളതുകൊണ്ട് അത് എന്നെ കുറേ കാര്യങ്ങളിലൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബ്രില്യൻറ്റിലെ റിപ്പീറ്റർ ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് ബ്രില്യൻറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം വീക്കിലി എക്സാംസ് ആണ്. വീക്കിലി എക്സാംസിലൂടെ നമ്മൾ ഒരു ആഴ്ച പഠിച്ച എല്ലാ ടോപ്പിക്സും തന്നെ നമുക്ക് അടുത്ത ആഴ്ച തന്നെ അതിൻ്റെ എക്സാം എഴുതി എല്ലാം തുറയായി നമുക്ക് പഠിക്കാൻ പറ്റും. അതെന്നെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ വലിയൊരു പങ്ക് വഹിച്ചു. എൻ്റെ ക്ലാസ് ടീച്ചർ ആൽബിൻ സാർ, ഞാൻ റെസിഡൻഷ്യൽ ഉള്ളത് തൊട്ട് അറിയണ ഒരു സാറാണ്. ഞങ്ങൾ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. സാർ എന്നോട് റെഗുലറായിട്ട് മാർക്ക് കാര്യങ്ങളും പഠിപ്പിൻ്റെ കാര്യങ്ങളും എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നൊക്കെ എപ്പോഴും ചെക്ക് ചെയ്യാറുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇവിടെ കോളേജിൽ ഞാൻ മിസ് ചെയ്യുന്നത്. എല്ലാം സെൽഫായിട്ടാണ്. ഞാൻ R44 ബാച്ചിലായിരുന്നു. പിന്നെ ബ്രില്യൻറ്റിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ബ്രില്യൻ്റെ മോഡൽ എക്സാംസ് തന്നെയാണ്. കാരണം മോഡൽ എക്സാംസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് തന്നെ കുറേ യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ വലിയ ഹ്യൂജ് സിലബസ് ആയുള്ളത് നമുക്ക് വേണമെങ്കിൽ യൂണിറ്റ് വൈസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്വന്തം പെർഫോമൻസിനെ അസസ് ചെയ്യാൻ പറ്റും. അതേമാതിരി നമ്മുടെ ക്ലാസ് ടീച്ചറായിരുന്ന ഗായത്രി മിസ് നല്ല സപ്പോർട്ടീവായിരുന്നു. ബ്രില്യൻ്റെ എക്സ്പീരിയൻസ് പോലെ പറയാനാണെങ്കിൽ ബ്രില്യനിൽ ഓരോ മൊമെൻറ്റ്സും വളരെ രസമായിരുന്നു. ഞാൻ ഹോസ്റ്റലായാലും ക്യാമ്പസ് ആയാലും. ഹോസ്റ്റലിൽ ഞങ്ങൾ റൂംമേറ്റ്സ് 3 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളാണ് കേരള റാങ്ക് 3 MS ശ്രീഹരി എന്ന് പറയുന്നത്, എയിംസ് ഡൽഹിയിലാണ്. പിന്നെ വേറൊരാൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ വളരെ രസമുള്ള കാലമായിരുന്നു. മാത്രമല്ല ബ്രില്യനിലെ പബ്സ് അതൊന്നും ഇവിടെ കിട്ടില്ല. പിന്നെ എൻജോയബിളാണ്, കുറേ മൊമെൻറ്റ്സ് ഉണ്ട്, അത് നല്ല രസമുണ്ടായി. ബ്രില്യനെക്കുറിച്ച്, ഞങ്ങളുടെ ബാച്ചിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുമ്പം എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ഗായത്രി മിസ് തന്നെയായിരുന്നു. കാരണം ഇത്രയും സപ്പോർട്ടീവായൊരു ടീച്ചർ അതിന് മുമ്പ് എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് എന്തുണ്ടെങ്കിലും അങ്ങോട്ട് പറയാം. മിസ് നമ്മുടെ എല്ലാ കാര്യവും അത്ര തീക്ഷ്ണമായിട്ട് അത്ര കാര്യമായിട്ട് ലിസൺ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. മോഡൽ എക്സാം ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം മിസ് തന്നെ വീട്ടിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടീവായ ടീച്ചറായിരുന്നു. എൻ്റെ റിസൾട്ട് കിട്ടുന്ന ദിവസമൊക്കെ രാത്രി 12 മണിക്ക് വരെ മിസ് ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചു റിസൾട്ട് വന്നോന്നൊക്കെ. അപ്പം ടീച്ചറാണ് എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരാൾ അവിടെ. ബ്രില്ലിനെ പറ്റി ഓർക്കുമ്പോൾ ആദ്യം ഗായത്രി മിസ്സിനെ തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മിസ്സ് ഒരുപാട് സപ്പോർട്ടീവായിട്ട് എൻ്റെ കൂടെ നിന്നിട്ടുള്ളൊരു മിസ്സാണ്. ഇവിടെ ജോയിൻ ചെയ്തിട്ടായാലും മിസ്സ് ഒരുപാട് വട്ടം എന്നെ വിളിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രില്ലിൻ്റെ മറ്റൊരു പ്രത്യേകത അതിൻ്റെ വീക്കിലി എക്സാംസാണ്. എനിക്ക് ഒരുപാട് സപ്പോർട്ടീവായിട്ടുള്ളത് ആ എക്സാംസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള പടികൾ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാവിയിൽ നല്ല ഡോക്ടേഴ്സായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.
എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.